ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ റെസിപ്പിയാണ്. ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതാണ് നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കൈപ്പിടി ഉണക്ക ചെമ്മീനാണ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ തലയും വാലും ഒക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനാണിത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഉണക്ക ചെമ്മീൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം. ഒരെണ്ണെടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ചെറിയ മുരിങ്ങയ്ക്കയാണ്. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പം മുരിങ്ങയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ഇപ്പം ചേർക്കണില്ല. നമ്മുടെ ചെമ്മീനൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. എന്താന്ന് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോഴേ ചേർത്താൽ വെന്തങ്ങ് ഉടഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പകുതി വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മാങ്ങ. വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണവരെ വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീനിൽ ചേർക്കാനുള്ള മാങ്ങ ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് പുളിക്കനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇതിനിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ്, അത് കാരണം ഞാനിവിടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പും കൂടെ തയ്യാറാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗളിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കുക. തരിതരിപ്പൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം അതാ നമ്മുടെ അരപ്പ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചെമ്മീന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെന്തിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ ഒരു പാതി വേവായിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും അതുപോലെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുത്തിട്ട് മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പം മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചു. മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്കിനി ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പിൻ്റെ അടുത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഓവറായിട്ട് അങ്ങ് തിളപ്പിക്കണ്ട. നമ്മുടെ തേങ്ങയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രയും മതി. ഒരു 2 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതാ നമ്മുടെ കറി ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നാടൻ റെസിപ്പിയാണ്, വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആകണം. ചെറിയുള്ളി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതാ ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചെമ്മീൻ മാങ്ങാക്കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനും. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.